ഏതായാലും ഇപ്പൊ ഡിസ്ചാർജ് ആയില്ലേ. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാട്ട് പോയതാ ഞാന്. പിന്നെ ഞാൻ ഇവിടെ ഇല്ലേനി. അതെ, എവിടെ പോയി? വേറൊരു കോളേജ് കേസ് ഉണ്ടേനി. അപ്പൊ എല്ലായിടത്തും ഞാൻ തന്നെ വേണല്ലോ. പെരയിൽ ഇപ്പൊ ഒരു കണ്ണും ദിക്കുള്ള ഞാൻ തന്നെ ഉള്ളൂ. 4 ദിവസം ഇല്ലായിട്ട് എനിക്ക് നല്ല സമാധാനായി. എന്നിട്ട് എന്റെ ഡോക്ടർ നിങ്ങളോട് പറയുകയാണെങ്കിൽ 4 ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തതിനുള്ള അത്ര അറിയാണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോ എന്നൊക്കെ അറിയണോ, ഈ കൂടെ ഉള്ളവർക്ക് കൊണ്ടുവരുന്ന അതേപോലെ സാമ്പാറും ചോറും ഉപ്പേരിയും പൊരിച്ചതും ഒക്കെയാണ് ആ പെണ്ണ് തിന്നത്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പെണ്ണ് അങ്ങനെയാണോ തിന്നണ്ടേ? പെരക്കാർക്ക് ഒരു കഥയില്ല. ഓളെ പെരക്കാർക്ക് ഒരു തലയും പാലില്ലാത്ത സൈസ്. പറ്റ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണോ കൊടുക്കണ്ടേ? അല്ല കുറിയരി കഞ്ഞി അങ്ങനെയൊക്കെ അല്ല കൊടുക്കണ്ടേ? ഇപ്പോൾ ചോറിന് പൂതി അറിയാണെങ്കിൽ അതിന് കുറച്ച് വറ്റൂറ്റി കൊടുക്കുക, കുറച്ച് കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ തന്നെ കൊടുക്കലേ. അങ്ങനെയല്ലേ ഞാൻ എല്ലാവരെയും നോക്കിയേ. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അവള് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല. വയറ്റിന്ന് പോയി കഴിഞ്ഞപ്പോൾ നല്ല ചോറും മീനും കറിയും എല്ലാം കഴിച്ചോളാം ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് അവൾ ഉഷാറിൽ നടക്കുന്നുണ്ട്, കുട്ടീൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ട്, അവൾ ആരെയും ആശ്രയിക്കുന്നില്ല, നല്ല സുഖത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. തുന്നി പൈക്കൂല അമ്മാതിരി ഭക്ഷണമൊക്കെ കൊടുത്താൽ. തുന്നി പൈത്താൽ പിന്നെയും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട്. ഞാൻ നിങ്ങളോട് കേൾക്കണോ? ആ പള്ളയുള്ള സമയത്ത് ആ പെൺകുട്ടിയോട് പറഞ്ഞേ ഒരു തടി അങ്ങിട്ടുള്ള ഒരു പണിയെടുക്കൂല, അങ്ങനെ തിന്നെ. കുട്ടി 3600 തൂക്കം എന്നും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് നല്ല നിലക്ക് ഡിസ്ചാർജ് ആയ ആളെയാണ് നിങ്ങളിപ്പോൾ കുത്തിപ്പൊക്കി ഓരോന്ന് ചോദിച്ചോണ്ട് വരുന്നത്. ഇനി എന്താ ചോദിക്കാനുള്ളത്? നിങ്ങളാവുമ്പോ ഒക്കെ ചോദിച്ചാലോ വിചാരിച്ച് വന്നാ നിങ്ങളെ അടുത്തേക്ക്. പിന്നെ ഓക്ക് ആ ബക്കറ്റും വെള്ളവും ആ പാട്ടല് വെള്ളല്ലേ കപ്പില് ഒക്കെ മുക്കി പാരാൻ പറ്റുമോ? തുന്നി പൊട്ടുവോ? ഒരു മഗ് വെള്ളം പൊക്കിയാ തുന്നു പൊട്ടുമെന്നാ നിങ്ങൾ പറയുന്നത്? തുന്നൊന്നും പൊട്ടൂല. വേറെന്താ? നിങ്ങളൊരു ലോഡ് മരുന്നതാ കൊടുത്തണേ. ഒപ്പം ഞോക്കാൻ മാത്രം മതിയോ? വേറൊന്നും വേണ്ടേ? അയണും കാൽഷ്യം ഉണ്ടല്ലോ, അത് മതി. ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങാനൊക്കെ പറ്റുമോ? അങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ കുട്ടി തീരെ ശ്രദ്ധിക്കൂല. ഒരു സ്റ്റെപ്പ് ഇറങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യമില്ലാതെ സ്റ്റെപ്പ് കയറി ഇറങ്ങണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ അധികം കുമ്പിടണ്ട. പിന്നെ കുട്ടിയൊക്കെ എടുക്കാം, കുഴപ്പമില്ല. വെയിറ്റിനെ പറ്റി നിങ്ങൾ ചോദിച്ചല്ലോ. ഓളെ കുട്ടീനെ അവൾക്ക് എടുക്കാം. അതിലും കൂടുതൽ വെയിറ്റ്, കുട്ടിയെക്കാളും കൂടുതലുള്ള വെയിറ്റ് ഒന്നും പൊക്കാൻ നിൽക്കണ്ട. അത്ര ഒരു 3 മാസം അങ്ങനെ ശ്രദ്ധിച്ച് നിന്നോട്ടെ. ഇതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല. എന്നാലും ഡോക്ടർ എനിക്കൊരു സമാധാനവും ഇല്ല. എത്തപ്പം ഞാൻ കാട്ട പഠിച്ചോനെ ആ കൊണ്ടുപോകും വേണം ഒക്കെ കൂടി ഒപ്പരായും ചെയ്തു. താത്തേ, ഇത്ര ബേജാറുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യിക്കുക. എന്നിട്ട് എൻ്റെ പേഷ്യൻ്റൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ടേ നിങ്ങളെ മരുവളെ കൂടെ ഞാൻ പോട്ടെ ഓളെ നോക്കാൻ. അപ്പം നിങ്ങൾക്ക് സന്തോഷമാവുമോ?